ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ റേഞ്ച് കാണാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. +1 എക്സാമിനും +2 എക്സാമിനും ഷുവറായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഡൊമെയിൻ എഴുതാനും അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച് എഴുതാനും. ഇതിൽ ഡൊമെയിൻ കാണുന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള 2 വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ചില പ്രത്യേക ഫംഗ്ഷൻസിൻ്റെ ഡൊമെയിൻ എങ്ങനെ ട്രിക്ക് ഉപയോഗിച്ച് കാണാമെന്നുള്ളതും, പിന്നെ ഒരു വീഡിയോ മറ്റുള്ള എല്ലാ ഫംഗ്ഷൻസും ജനറലായിട്ട് നമുക്ക് എങ്ങനെ ഡൊമെയിൻ കാണാമെന്നുള്ളതും. അങ്ങനെ 2 വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അത് കണ്ടതിന് ശേഷം റേഞ്ച് കാണുന്ന ഈ വീഡിയോ കണ്ടാൽ മതി. എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഈ ഡൊമെയിൻ ആൻഡ് റേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഡൊമെയിൻ കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് റേഞ്ച് കാണുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ടേക്ക് എ ഫംഗ്ഷൻ y = f of x. y = f of x എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. സോ ഈ ഫംഗ്ഷനിൽ നമ്മൾ എക്സിന് എന്തെങ്കിലുമൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോൾ വൈക്ക് നമുക്ക് കറസ്പോണ്ടിങ് നമുക്ക് വാല്യൂസ് കിട്ടും അല്ലേ. എക്സിന് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് വൈയുടെ വാല്യൂസ് കിട്ടുക. സോ ആ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയാം. ആ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ആ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഡൊമെയിൻ. അതുപോലെ വൈക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എക്സ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് എന്ത് റേഞ്ച് എന്ന് പറയുന്നത്. സോ എക്സ് വാല്യൂസ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ. അതുപോലെ വൈ വാല്യൂസാണ് ഫംഗ്ഷൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ എക്സിന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വാല്യൂസും ചൂസ് ചെയ്യാം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് സംടൈംസ് എനിക്ക് വൈക്ക് റിയൽ നമ്പേഴ്സ് തന്നെ കിട്ടിയേക്കാം ചിലപ്പോൾ മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, y = x എന്നുള്ളൊരു ഫംഗ്ഷൻ എടുത്തു. ഇപ്പോൾ ഈ ഫംഗ്ഷന് ഞാൻ എക്സിന് റിയൽ നമ്പേഴ്സ് ചൂസ് ചെയ്യാണ്. എക്സിന് നമ്മൾ പോസിറ്റീവ്, നെഗറ്റീവ്, 0 അങ്ങനെ സെറ്റിൻ റിയൽ നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ y എന്ത് വരും? വൈയും അത് തന്നെയാണ് വരിക അല്ലേ. വൈയും ആ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണ് ആൻസർ വരിക. സോ അതിൻ്റെ y വാല്യൂസ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നതും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. സോ ഇവിടെ ഡൊമെയിനും റേഞ്ചും റിയൽ നമ്പേഴ്സ് തന്നെയാണ്. സോ ഡൊമെയിൻ = സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് എഴുതാം. അതുപോലെ റേഞ്ച് = സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് തന്നെ പറയാം. ഇങ്ങനെ രണ്ടും ഈക്വലായിട്ട് വരുന്ന കേസസും ഉണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ വേറൊരു ഫംഗ്ഷൻ y = mod x എടുക്കുകയാണ്, മോഡ്ലെസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഇപ്പോൾ എക്സിന് എനിക്ക് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? എക്സിന് എല്ലാ വാല്യൂസും ചൂസ് ചെയ്യാം അല്ലേ. പോസിറ്റീവ്, നെഗറ്റീവ് ഒക്കെ എടുക്കാം. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഡൊമെയിൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഒക്കെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുക്കാം. നമ്മൾ കൊടുക്കുന്ന വാല്യൂസാണ് ഡൊമെയിൻ. എന്നിട്ട് എന്താണോ നമുക്ക് ആൻസർ കിട്ടുന്നത് അതാണ് റേഞ്ച്. സോ റേഞ്ച് = എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മോഡ്ലെസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാനിവിടെ പോസിറ്റീവ് വാല്യൂ കൊടുത്താലും നെഗറ്റീവ് വാല്യൂ കൊടുത്താലും എന്ത് കൊടുത്താലും വൈയുടെ വാല്യൂസ് എന്തായിട്ടാണ് വരിക? പോസിറ്റീവായിട്ടാണ് വരിക. ഓക്കെ. ഇനിയിപ്പോൾ 0 കൊടുത്താലോ? 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 തന്നെ ആൻസറായിട്ട് കിട്ടും. 0യും പോസിറ്റീവ് വാല്യൂസും മാത്രമാണ് നമുക്ക് വൈയുടെ വാല്യൂസ് ആയിട്ട് കിട്ടുന്നത്. സോ അത് മാത്രമാണ് ഇവിടെ മോഡുലസ് ഫംഗ്ഷൻ്റെ റേഞ്ച് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് റേഞ്ച് = ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ∞. 0 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ കൊടുക്കുന്നു. ഇനി ഇതുപോലെ നമ്പർ ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 0, അതുപോലെ ഇവിടെ പോസിറ്റീവ് വാല്യൂസ്, ഇവിടെ നെഗറ്റീവ് വാല്യൂസ്. ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ഒന്നും നമുക്ക് ആൻസറായിട്ട് വരുന്നില്ല അല്ലേ. ഓൺലി പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് ആൻസറായിട്ട് കിട്ടുന്നത്. സോ നമുക്ക് പറയാം 0 ∞ ആണ് അതിൻ്റെ റേഞ്ച്, അതായത് ആൻസറായിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഏകദേശം റേഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. എപ്പോഴും ആലോചിക്കുക, നമുക്ക് കിട്ടുന്നത് എന്താണോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നതല്ല. ആൻസർ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതാണ് റേഞ്ച്. ഓക്കെ. ആ കിട്ടുന്നത് എപ്പോഴും തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ വൈ വാല്യൂസ് നമുക്ക് കിട്ടുക എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് റേഞ്ച് കാണുന്ന കുറച്ച് എക്സാമ്പിൾസൊക്കെ ഒന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഏതൊരു ഫംഗ്ഷൻ്റെയും റേഞ്ച് കാണാൻ ചില പ്രത്യേക സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് റേഞ്ച് കാണാൻ പറ്റുകയുള്ളൂ. സോ ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് y = f of x. തന്ന ഫംഗ്ഷനെ നമ്മൾ y = f of x എന്ന് പറഞ്ഞിട്ട് എടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് റൈറ്റ് y in terms of x. ആ വൈനെ എക്സിൻ്റെ ടേംസിലാക്കിയിട്ട് ഫംഗ്ഷൻ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എക്സിൻ്റെ ടേംസിലാക്കിയിട്ട് എഴുതുക. തേർഡ് സ്റ്റെപ്പ് ഫൈൻഡ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് y where the function is defined. വൈക്ക് പോസിബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ വാല്യൂസും കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഡൊമെയിനിലൊക്കെ ചെയ്ത അതേപോലത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും നമ്മൾ നോക്കുന്നത്. എപ്പോഴാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്നത് എന്ന് നോക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്
ഫോർത്ത് സ്റ്റെപ്പ് എലിമിനേറ്റ് ഓർ റിമൂവ് വാല്യൂസ് ബൈ ലുക്കിംഗ് അറ്റ് ദ ഡെഫിനേഷൻ ഓഫ് വൈ. വൈയുടെ ഡെഫിനേഷൻ നോക്കിയിട്ട് തന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട ഡിഫൈൻഡ് അല്ലാത്ത വാല്യൂസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കളയുക. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പാണ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ടത്. ഇതിൽ പറഞ്ഞിട്ടുള്ള 3 സ്റ്റെപ്പുകളും ഒരുവിധം എല്ലാവരും ചെയ്ത് കണ്ടുപിടിക്കും. എന്നിട്ട് അൺഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസൊക്കെ കാണും. പക്ഷേ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം പലരും മിസ്സാക്കും. അത് മസ്റ്റ് ശ്രദ്ധിക്കാണ്ട് റേഞ്ചിൻ്റെ വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ ഈ ചെയ്തതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, സോ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സോ തന്നിരിക്കുന്നത് 2x/x-2 എന്നാണ്. ഇതിന് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് y = f(x) എന്ന് എടുക്കുക. സോ ലെറ്റ് y = തന്ന ഫംഗ്ഷൻ എഴുതുക 2x/x-2. ഇങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് y ഇൻ ടേംസ് ഓഫ് x എന്നാണ്. തന്നിരിക്കുന്ന yനെ നമ്മൾ എക്സിൻ്റെ ടേംസിലോട്ട് മാറ്റി എഴുതുക. അപ്പോൾ അതായത് ഈ y എന്ന് പറഞ്ഞതിൻ്റെ ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ നമുക്ക് കാണാം. അതിന് മുന്നേ നമുക്കിതിൻ്റെ ഡൊമെയിൻ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഫ്രാക്ഷനാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ടേം =0 കൊടുത്തു കഴിഞ്ഞാൽ ഡൊമെയിൻ കാണാം. സോ x-2 = 0 എന്ന് കൊടുക്കുക, അതായത് x = 2 എന്ന് വരും. സോ 2 ഒഴിച്ചിട്ട് മറ്റെല്ലാ നമ്പേഴ്സും ഇതിൻ്റെ ഡൊമെയിനാണ്. സോ നമുക്ക് എഴുതാം ഡൊമെയിൻ d = സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് ടു 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇപ്പോൾ നമുക്ക് ഡൊമെയിൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റേഞ്ച് കാണാം. സോ റേഞ്ച് കാണാൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, y = എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ എടുത്ത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനി ചെയ്യാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. y-ഉം x-2 ഈ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y × x-2 എന്ന് എഴുതാം. y × x-2 = 2x എന്ന് വരും. അതായത് yx - 2y = 2x എന്ന് എഴുതാം. ഇനി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എക്സിൻ്റെ ടേംസൊക്കെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. സോ yx - 2x = 2y എന്ന് എഴുതാം. ഇനി ഇവിടെ എക്സ് കോമൺ ആണ്. സോ നമുക്ക് എക്സിന് ഔട്ട് സൈഡ് എടുക്കാം. x × y - 2 = 2y എന്ന് കിട്ടും. therefore x = 2y divided by y - 2 എന്ന് എഴുതാം. ഇപ്പം നമുക്ക് എക്സ് കിട്ടി ഇൻ ടേംസ് ഓഫ് y. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പാണ് നോക്കേണ്ടത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് y where the function is defined. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്ന എല്ലാ വാല്യൂസും കണ്ടുപിടിക്കുക. ഈ ഫംഗ്ഷൻ നേരത്തെ ചെയ്ത ഇതേ രീതിയിലാണ് കിടക്കുന്നത്. സോ അവിടെ നമ്മൾ ഡൊമെയിൻ കാണാൻ ഉപയോഗിച്ച എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. അതായത് ഈ ഫംഗ്ഷൻ എപ്പോഴാണ് ഡിഫൈൻഡ് ആവുന്നത്, y - 2 = 0 വരുന്ന പോയിൻറ്റ്സുകൾ ഒഴിച്ച് ബാക്കി എല്ലാ നമ്പേഴ്സിനും അത് ഡിഫൈൻഡ് ആയിരിക്കും. സോ y = 2, അതായത് y = 2 ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ 2 ഒഴിച്ചിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് വൈക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വൈക്ക് കിട്ടുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ടത്. ലാസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നോക്കേണ്ടത്. എലിമിനേറ്റ് ഓർ റിമൂവ് ദ വാല്യൂസ് ബൈ ലുക്കിംഗ് അറ്റ് ദ ഡെഫിനിഷൻ ഓഫ് y. ഇവിടെ y എന്താണ് തന്നതെന്ന് നോക്കാം. f(x) അല്ലെങ്കിൽ y എന്ന് പറയുന്നത് 2x/x-2 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടി വൈയുടെ ആൻസറായിട്ട് ഒരിക്കലും എന്ത് വരില്ല, 2 വരില്ല. 2 ഒഴിച്ചിട്ട് മറ്റെല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് വൈക്ക് കിട്ടും എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ r - 2 ഒഴിച്ചിട്ടുള്ള മറ്റെല്ലാ നമ്പേഴ്സും ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എടുക്കാം. പിന്നെ ഇതിന്ന് റിമൂവ് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറയാൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. 2 മാത്രം റിമൂവ് ചെയ്താൽ മതി. മറ്റെല്ലാ വാല്യൂസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നാലാമത്തെ കണ്ടീഷൻ, ഈ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. സോ റേഞ്ച് = r - സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പക്ഷേ ചില കേസസിൽ റേഞ്ച് കാണുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഈ കിട്ടിയിട്ടുള്ള വൈയുടെ വാല്യൂസ് മാത്രമായിരിക്കില്ല നമ്മൾ റേഞ്ചായിട്ട് എഴുതുക. ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാല്യൂസ് റിമൂവ് ചെയ്തിട്ടൊക്കെ എഴുതേണ്ടി വരും. ഇനി നമുക്ക് റേഞ്ച് കാണുന്ന വേറെ എക്സാമ്പിൾസ് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ഫോർത്ത് പോയിൻ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. The question is f(x) = 1/√(x - 4). ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് കാണാനുള്ള സ്റ്റെപ്പുകളൊക്കെ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് y = f(x) എന്ന് എഴുതാം. സോ y = 1/√(x - 4) എന്ന് എഴുതാം. ഇനി എന്താ വേണം, സെക്കൻഡ് സ്റ്റെപ്പ് റൈറ്റ് y ഇൻ ടേംസ് ഓഫ് x. y-നെ എക്സിൻ്റെ ടേംസിലേക്ക് എഴുതണം. ഇവിടെ 1/√(x - 4) എന്നാണ്, ഒരു സ്ക്വയർ റൂട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് കളയാൻ എന്താ നമ്മൾ ചെയ്യുക, ഫംഗ്ഷൻ നമ്മൾ സ്ക്വയർ ചെയ്ത് കളയണം. സോ സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y² = 1/x - 4 എന്ന് എഴുതാം. ഇപ്പോൾ സ്ക്വയർ റൂട്ട് പോയി, ഇനി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ y² × x - 4 = 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് y² × x - 4y² = 1 എന്ന് എഴുതാം. ഇനി എക്സിൻ്റെ ടേംസ് ഇവിടെ എഴുതാം. y² x = വൈയുടെ ടേംസിന് നമുക്ക് അപ്പോൾ RHSൽ എടുക്കാം. സോ 1 + 4y² എന്ന് കിട്ടും. therefore x = 1 + 4y² / y² എന്ന് എഴുതാം.
ഇപ്പം നമുക്ക് കംപ്ലീറ്റ് എക്സിന് നമുക്ക് വൈയുടെ ടേംസിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു റാഷണൽ ഫംഗ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ വൈ സ്ക്വയർ ഒഴിച്ച് മറ്റെല്ലാത്തിലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കും. തേർഡ് സ്റ്റെപ്പാണ് ചെയ്യുന്നത് കേട്ടോ. സോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു 0 എന്ന് പറയാം. വൈ ഈക്വൽ ടു 0 ഒഴിച്ചിട്ട് മറ്റെല്ലാ പോയിൻറ്റ്സും നമുക്ക് വൈക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ therefore y belongs to r minus set 0 എന്ന് എഴുതാം. 0 ഒഴിച്ച് മറ്റെല്ലാ റിയൽ നമ്പേഴ്സും. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ ആർ മൈനസ് സെറ്റ് 0 എന്നുള്ളത് റേഞ്ച് ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ എഴുതിയത് y ബിലോങ്സ് ടു എന്നാണ്. ഇനി നമ്മൾ ഫോർത്ത് സ്റ്റെപ്പ് ഒന്ന് നോക്കാം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമിനേറ്റ് ഓർ റിമൂവ് വാല്യൂസ് ഓഫ് y ബൈ ലുക്കിംഗ് അറ്റ് ദ ഡെഫിനിഷൻ ഓഫ് y. വൈയുടെ ഡെഫിനിഷൻ നോക്കിയിട്ട് ആവശ്യമില്ലാത്തത് നമ്മൾ ഒഴിവാക്കണം. ഇപ്പം നമുക്ക് കിട്ടിയത് 0 ഒഴിച്ചിട്ട് മറ്റെല്ലാ നമ്പേഴ്സും വൈക്ക് എടുക്കാം എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ y തന്നിട്ടുള്ളത് ഒരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. സ്ക്വയർ റൂട്ട് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് എപ്പോഴെങ്കിലും ഈ സ്ക്വയർ റൂട്ടിന് നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുമോ? ഇല്ലല്ലോ. നമുക്ക് എപ്പോഴും എന്തായിരിക്കും സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂ കിട്ടുന്നത്? പോസിറ്റീവ് ആയിരിക്കും. സോ y എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവേ ആയിരിക്കുള്ളൂ. ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സോ ഇവിടെ പോസിറ്റീവ് വാല്യൂസ് എല്ലാം നമുക്കെടുക്കാം. ഈ ഫംഗ്ഷൻ ഒരിക്കലും നെഗറ്റീവ് വരാത്ത കാരണം കൊണ്ട് ഈ നെഗറ്റീവ് വാല്യൂസ് എല്ലാം നമ്മൾ ഒഴിവാക്കണം. പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമ്മൾ റേഞ്ചിന് എടുക്കാൻ പറ്റുള്ളൂ. സോ റേഞ്ച് ഈക്വൽ ടു 0 മുതലുള്ള എല്ലാ നമ്പറും എടുക്കാം, പക്ഷേ 0 കൂട്ടാൻ പാടില്ല. സോ ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി എന്ന് എഴുതാം. ചില കുട്ടികൾ ഈ റേഞ്ച് കാണുമ്പോൾ നമ്മൾ ഈ എക്സ് വാല്യൂസ് ഒക്കെ ഇതുപോലെ കണ്ടിട്ട് ആർ മൈനസ് സെറ്റ് 0 എന്നുള്ളത് റേഞ്ച് ആക്കിയിട്ട് എഴുതി വെക്കും. ഒരിക്കലും അങ്ങനെ എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ റേഞ്ചിൻ്റെ ആൻസർ തെറ്റിപ്പോവും. എക്സ് ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ ഡൊമൈനിൽ എങ്ങനെയാണോ കണ്ടത് അതേ രീതിയിൽ എക്സ് ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസൊക്കെ കണ്ടതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക? ഫംഗ്ഷൻ എങ്ങനെയാണോ തന്നത് അതിനനുസരിച്ച് റേഞ്ച് കൺക്ലൂഡ് ചെയ്യുക. അപ്പോഴാണ് റേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇനി റേഞ്ച് കാണുന്ന വേറൊരു ഫോർമാറ്റിലുള്ള ഒരു ഫംഗ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ. സ്ക്വയർ റൂട്ട് ന്യൂമറേറ്ററിൽ വരുന്ന ഒരു ഫംഗ്ഷൻ. സോ ആദ്യം എന്ത് ചെയ്യുക? വൈ ഈക്വൽ ടു ഫംഗ്ഷൻ എഴുതാം. റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? റൈറ്റ് വൈ ഇൻ ടേംസ് ഓഫ് എക്സ് എന്നാണ്. വൈനെ എക്സിൻ്റെ ടേംസിൽ എഴുതണം. സോ ഈ സ്ക്വയർ റൂട്ട് നമുക്ക് കളയാം. സോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇനി എക്സിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഈ ഫംഗ്ഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. സോ ഈ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ റൂട്ടിൻ്റെ ഉള്ളിലത്തെ വാല്യൂ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. സോ 4 മൈനസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് 2 പ്ലസ് വൈ ഇൻറ്റു 2 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ഡൊമെയിൻ കാണുമ്പോൾ ചെയ്ത് അതുപോലെ തന്നെ ചെയ്യുക സ്റ്റെപ്പുകളൊക്കെ. സോ വൈ ഈക്വൽ ടു 2 എന്നും വൈ ഈക്വൽ ടു -2 എന്നുള്ള 2 പോയിൻ്റ് നമുക്ക് കിട്ടും. നമ്പർ ലൈൻ വരച്ചിട്ട് ആ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. -2, 2 അതുപോലെ ഇൻഫിനിറ്റി. ഇനി ഈ ഒരു ഇൻ്റർവെല്ലിൽ എപ്പോഴാണോ ഈ എക്സ്പ്രഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നത് നോക്കുക. അതിന് ആദ്യത്തെ ഇൻ്റർവെൽ എടുക്കുക. -ഇൻഫിനിറ്റി ടു അതിലത്തെ ഒരു പോയിൻറ്റ് -3 എടുക്കുക. ഇൻ്റർവെല്ലിൽ ഒരു പോയിൻറ്റ് 0 എടുക്കുക. ഇവിടുത്തെ ഒരു പോയിൻറ്റ് 3 എന്നെടുക്കുക. ഇനി ഈ 3 പോയിൻറ്റ്സിലും ഇത് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്നുള്ളത് നോക്കുക. ഈ പോയിൻറ്റ് -3 എന്ന് ഇവിടെ വൈക്കി കൊടുക്കുമ്പോൾ 2 -3 എന്ന് പറയുമ്പോൾ -1 വരും. ഇൻറ്റു സോ അതായത് നെഗറ്റീവാണ്. ഇൻറ്റു 2 -3 പോസിറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മൊത്തം നെഗറ്റീവ് വരും. ഇനി 0 എടുക്കുക. 0 എന്നുള്ള വാല്യൂ ഇവിടെ വൈക്ക് കൊടുക്കുമ്പോൾ ഇത് 2 വരും. 2 × 2 4 വരും. സോ പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ പോസിറ്റീവ് എന്ന് എഴുതാം. ഇനി തേർഡ് ഇൻ്റർവെല്ലിൽ 3 എന്നുള്ള പോയിൻറ്റ് കൊടുക്കുക. സോ 2 + 3 എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് വന്നു. ഇൻറ്റു ഇവിടെ നെഗറ്റീവാണ്. 2 - 3 നെഗറ്റീവ്. സോ മൊത്തം മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് എന്ന് കിട്ടും. അപ്പം നമുക്ക് പറയാം ഈ ഒരു ഇൻ്റർവെല്ലിൽ മാത്രമാണ് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ കണ്ടീഷൻ. സോ ഈ ഇൻ്റർവെല്ലിൽ y ബിലോങ്സ് ടു -2, 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ എഴുതാം. കാരണം 2ഉം -2ഉം ഇൻക്ലൂഡഡ് ആയതുകൊണ്ട്. ഇപ്പം നമുക്ക് റേഞ്ചിൻ്റെ ആൻസർ കിട്ടിയോ? റേഞ്ച് ഈക്വൽ ടു -2, 2 എന്നൊന്നും പറഞ്ഞിട്ട് എഴുതി വെക്കരുത്. ഇപ്പം നമുക്ക് y ബിലോങ്സ് ടു വൈയുടെ കുറച്ച് വാല്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. -2 മുതൽ 2 വരെയുള്ള എല്ലാ വാല്യൂസും വൈന് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്ത് നോക്കണം നമ്മൾ? ഇതിൽ നിന്ന് ആവശ്യമില്ലാത്ത വാല്യൂസ് ഈ പറഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യണം. എന്ത് നോക്കിയിട്ട്? ഡെഫിനിഷൻ നോക്കിയിട്ട്, വൈയുടെ ഡെഫിനിഷൻ നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യുക. ഇവിടെ y ഒരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കുമല്ലോ ആൻസർ? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. ഇവിടെ നമുക്ക് കിട്ടിയത് -2 മുതൽ 2 വരെയുള്ള ഇൻ്റർവെൽ. സോ ഈ ഇൻ്റർവെല്ലിൽ -2 മുതൽ ഈ 0 വരെ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇത്രയും നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. അത്രയും വാല്യൂസ് നമുക്ക് ഈ ഫംഗ്ഷന് കിട്ടില്ല. നെഗറ്റീവ് വാല്യൂസ് കിട്ടില്ല. ബാക്കി എന്തേ കിട്ടുള്ളൂ? ഈ പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് ആൻസറായിട്ട് കിട്ടുള്ളൂ. സോ നമ്മൾ ആൻസർ എഴുതുമ്പോൾ പോസിറ്റീവ് വാല്യൂ മാത്രം എഴുതുക. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു 0 മുതൽ 2 വരെ. 0ഉം 2ഉം ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് രണ്ടിനും ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കുക. ഓക്കെ.
ഇങ്ങനെയാണ് ഇതേപോലെയുള്ള എല്ലാ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ്റെയും റേഞ്ച് കണ്ടുപിടിക്കുക. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. സോ ആദ്യം വൈ ഈക്വൽ ടു തന്ന ഫംഗ്ഷൻ എഴുതാം. തന്ന ഫംഗ്ഷൻ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? വൈ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതിന് എക്സ് സ്ക്വയർ എടുക്കുക. എക്സ് സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ ഇത് സ്ക്വയർ ഫംഗ്ഷനാണ്. സോ 9 മൈനസ് വൈ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയും ചെയ്യാം നമുക്ക്. സോ 9 മൈനസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3 പ്ലസ് വൈ ഇൻറ്റു 3 മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. ഇനി കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ ചെയ്ത പോലെ നമ്പർ ലൈൻ ഒന്ന് വരയ്ക്കുക. മൈനസ് ഇൻഫിനിറ്റി ഇവിടെ, ദെൻ -3 ഇൻഫിനിറ്റി പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. 3 പ്ലസ് 5 ഇൻറ്റു 3 മൈനസ് 5 എന്നാണ്. അതിൻ്റെ ഇടയത്തൊരു വാല്യൂ ഞാൻ -4 എന്നെടുത്തു. ഇവിടെ 0 എടുത്തു. ഇവിടെ +4 എന്നെടുക്കുക. 3 ടു ഇൻഫിനിറ്റിയിലത്തെ +4 എന്നെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസ് ഇവിടെ കൊടുക്കുക. ഇവിടെ -4 എന്ന് കൊടുത്താൽ 3 മൈനസ് 4 -1 വരും, നെഗറ്റീവ്. ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് വരും. സോ ടോട്ടൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് വരും. ഇനി അതുപോലെ അടുത്തൊരു പോയിൻ്റ് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 9 പോസിറ്റീവ് വന്നു. സോ ടോട്ടൽ ഇൻ്റർവെല്ലിൽ മൊത്തം പോസിറ്റീവ് വാല്യൂസ് എന്ന് എഴുതാം. അതുപോലെ അടുത്ത ഇൻ്റർവെല്ലിൽ 4 കൊടുക്കുക. സോ പോസിറ്റീവ് വരും. ഇവിടെ 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വരും. സോ ടോട്ടൽ നെഗറ്റീവ് വരും. ദർഫോർ ഇവിടെ പോസിറ്റീവ് കിട്ടിയത് ആകെ ഒരു ഇൻ്റർവെല്ലാണ്, -3 മുതൽ 3 വരെയുള്ള ഇൻ്റർവെല്ല്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? y ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പും കൂടി നോക്കാം. ഇവിടെ ഇൻ്റർവെല്ല് -3 മുതൽ 3 വരെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. അതെപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവേ ആയിരിക്കുള്ളൂ, നെഗറ്റീവ് കിട്ടില്ല. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? -3 മുതൽ 0 വരെയുള്ള ഈ നെഗറ്റീവ് വാല്യൂസ് ആൻസറിൽ എന്തായാലും വരില്ല. ഇത്രയും വാല്യൂസ് നമ്മൾ ഒഴിവാക്കണം. ബാക്കി ഇവിടെ വരുന്ന 0 മുതൽ 3 വരുന്ന വാല്യൂസ് മാത്രമേ നമുക്ക് ഇതിന് ആൻസർ കിട്ടുള്ളൂ. സോ നമുക്ക് എന്തെഴുതാം? ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 3 എന്ന് പറഞ്ഞിട്ട് റേഞ്ച് എഴുതാം. ഇതേ രീതിയിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ തന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിലൊക്കെ സ്റ്റെപ്പ് എഴുതിയിട്ട് നിങ്ങൾക്ക് റേഞ്ച് ഇതേപോലെ കാണാൻ പറ്റും. ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് റേഞ്ച് എന്നത് വന്നു. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റേഞ്ചിൻ്റെ ട്രിക്ക് കിട്ടും. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to എന്നാണ് കിട്ടിയത്. ഇപ്പോൾ ചെയ്തതോ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ചെയ്തപ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 3 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഒരേ പാറ്റേൺ ആണ്. റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് എത്ര വരുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ അതുപോലെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ റേഞ്ച് കാണുന്ന ഏകദേശം ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ എക്സാമ്പിൾസ് റേഞ്ചിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. താങ്ക് യു.